സമയത്ത് നിങ്ങളെ എന്തോ ചെയ്യണം? ഉയർത്താൻ. ഉറക്കെ പറ, ഉയർത്താൻ. അവന്റെ ബലമുള്ള കൈക്കീരെ നിങ്ങൾ താണ് ഇരിപ്പീൻ. ഇനി യാക്കോബ് 4:10 വായിച്ച്. കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ. കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ. എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. അവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 2026 പ്രവേശിച്ചപ്പോൾ നമുക്ക് തന്ന ദൈവത്തിന്റെ ആലോചന ഇതാണ്: ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരുന്ന വർഷമാണ്. എന്താ പുറത്ത്? നമ്മൾ ആയിരിക്കുന്ന അനുഭവ, ആത്മീയ, ഭൗതിക, ശാരീരിക, മാനസികം, ഏതവസ്ഥയിൽ നിന്നും ഒരു പടി നന്മയിലേക്ക്, ദൈവപ്രവൃത്തിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുന്ന വർഷമാണ്. എങ്ങനെ കൊണ്ടുവരും? നമ്മൾ അത് പറഞ്ഞു. ദൈവത്തിന്റെ സാന്നിധ്യത്താൽ, ദൈവത്തിന്റെ ശക്തിയാൽ. അടുത്ത വാക്ക് പറയുമ്പോൾ, ദൈവത്തിന്റെ കരത്തിനാൽ ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരും. ദൈവ സാന്നിധ്യവും ദൈവശക്തിയും ദൈവത്തിന്റെ കരവും നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നമ്മെ വിടിവിച്ച് പുറത്തു കൊണ്ടുവരും. അത് എത്ര വലിഞ്ഞു മുറുക്കിയ അനുഭവത്തിൽ നിന്നും, എത്ര വലഞ്ഞ അനുഭവത്തിൽ നിന്നും ദൈവം നമ്മെ പുറത്തു കൊണ്ടുവന്നിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇന്നത്തെ ദൂതിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇവിടെ 2 വാക്യങ്ങൾ വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. താണിരുന്നാൽ കരം നിന്നെ ഉയർത്തും. താണിരുന്നാൽ, ഏൽപ്പിച്ചു കൊടുത്താൽ ആ കരം നിന്നെ ഉയർത്തിയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഉയർച്ച ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും മുന്നേറ്റം ആഗ്രഹിക്കുന്നുണ്ട്. പരിധികൾ പൊട്ടി പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പെട്ടെന്ന് പറ്റുമെങ്കിൽ വിടുതൽ ഇന്നലെ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഹല്ലേലൂയ. ഇന്നും പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവ് ഇന്നലെ അങ്ങ് വിടുവിച്ചാൽ കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാം. നമ്മളെല്ലാവരും പെട്ടെന്ന്, ആർക്കാ പെട്ടെന്ന് വേണ്ടാത്ത? എല്ലാവർക്കും പെട്ടെന്ന് വേണം, അല്ലേ? ഹല്ലേലൂയ. നമ്മളൊരു കടയിൽ കയറി ആഹാരം കഴിക്കാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ നമുക്ക് അസ്വസ്ഥത ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ അപ്പം പോയിരുന്നാൽ മതി. നമുക്ക് അസ്വസ്ഥ ഉള്ള, ഞാൻ ആള് ഓക്കെ ആണെന്ന് തീരുമാനിക്കുന്നവര് ഒരു ഹോട്ടലിൽ പോയി ഫുഡ് ഓർഡർ ചെയ്തിട്ട് ആദ്യത്തെ 10 മിനിറ്റ് കഴിയുമ്പോൾ തൊട്ട് നമ്മൾ അസ്വസ്ഥപ്പെടാൻ തുടങ്ങും. ചില ഹോട്ടലിലൊക്കെ ഒരു 25 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ എടുക്കും. അയ്യോ, അപ്പം നമ്മുടെ ഒറിജിനൽ സ്വഭാവമൊക്കെ പുറത്തു വരും. നമ്മൾ അസ്വസ്ഥ കാണിക്കാൻ തുടങ്ങും. അപ്പം മനുഷ്യനാ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ചിലതിനോട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, പറ്റുമെങ്കിൽ ഇന്നലെ ദൈവം അങ്ങ് വിടിവിച്ചായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളൊരു കൊറിയർ അയച്ചാൽ നമ്മൾ ആഗ്രഹിക്കും ഇന്ന് തന്നെ അങ്ങ് കിട്ടിയാൽ എന്താ എന്നാണ് നമ്മുടെ ചിന്ത. ഹല്ലേലൂയ. അപ്പൊ ഇതാണ് നമ്മൾ മനുഷ്യനാ, എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് വേണം. പക്ഷെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ബൈബിൾ പറയുന്നൊരു സത്യമുണ്ട്: ദൈവത്തിന്റെ സന്നദ്ധയിൽ താഴ്ത്തി ഏൽപ്പിച്ചാൽ ദൈവത്തിന്റെ കരം അവനെ ഉയർത്തും. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു വാക്ക് പറയുന്നുണ്ട്: തക്ക സമയത്ത്. ദൈവത്തിന്റെ സമയത്ത് ദൈവം തന്റെ മനുഷ്യനെ എന്ത് ചെയ്യും? ഉയർത്തും. ഞാൻ അതിലേക്ക് വരാം. ഹല്ലേലൂയ. അപ്പം ഈ വർഷം ദൈവാത്മാവ് തന്നൊരു ദൂതൻ, അതാണ് പറയാൻ വരുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരും. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചു, ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ സാന്നിധ്യവും നമ്മെ തൊട്ട് നാം ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് പുറത്തു വരും. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവാത്മാവ് ആ വചനവുമായി ബന്ധപ്പെട്ട് ദൂതുകൾ തന്നുകൊണ്ടിരിക്കുക. ഇന്ന് കർത്താവിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ കരത്തിൽ നീ താണിരുന്നാൽ ആ കരം നിന്നെ ഉയർത്തി പുറത്തു കൊണ്ടുവരേണ്ടടുത്ത് എന്റെ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും. അതിന് ഉറപ്പാണ്. പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകത്തിൽ, ഹല്ലേലൂയ, ഓർമ്മിപ്പിക്കുന്ന അനുഭവം നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. അതിന് ആവർത്തന പുസ്തകം 26-ാം അധ്യായം, മോശയുടെ മരണത്തിന് മുമ്പേ തന്റെ ജനത്തെ ഓർമ്മിപ്പിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. ആവർത്തന പുസ്തകം 26-5 മുതൽ, എല്ലാവരും ആ വാക്ക് ശ്രദ്ധിച്ചോളാം. ഭയങ്കരമായ ഒരു, അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്ത വചനങ്ങളാണ്. ആവർത്തനം 25-ന്റെ 5 മുതൽ വായിച്ചാൽ മതി. സമയമില്ലാത്തതുകൊണ്ട് 5 മുതൽ വായിച്ചാൽ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. 5 മുതൽ. പിന്നെ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പ്രസ്താവിക്കേണ്ട എന്തെന്നാൽ, എന്റെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു. ചുരുക്കം പേരോടുകൂടി അവൻ മിസ്രൈമിലേക്ക് ഇറങ്ങിച്ചെന്നു. വളരെ ചുരുക്കം 10-20 പേരോടെ എങ്ങോട്ട് പോയി? മിസ്രൈമിലേക്ക്
ദേശത്തേക്ക് പോയി. ശ്രദ്ധിച്ചോണം. പരദേശിയായി പാർത്തു. പരദേശിയായി പ്രവാസിയായി ആ ദേശത്ത് ചുരുക്കമായി പോയി. അവിടെ വലിപ്പവും ബലവും പെരുപ്പവുമുള്ള ജനമായി തീർന്നു. പക്ഷെ ആ അനുഭവത്തിൽ നിന്നും ചുരുക്കമായി പോയത് വലിയ വലിപ്പവും പെരുപ്പമുള്ള ജനമായി ദൈവം എന്ത് ചെയ്തു? തീർത്തു. അപ്പൊ ഏത് ദേശത്ത് കടന്നാലും എത്ര വലിയ അടിമത്തത്തിലാണെങ്കിലും ദൈവം നിന്നെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ വർദ്ധിച്ചിരിക്കും. അത് അടിമത്തത്തിലാണ്. അയ്യോ, പിശാചിന്റെ വലിയ പോരാട്ടത്തിന്റെ മധ്യത്തിലാണ് പാസ്റ്റർ ബ്രദർ എന്ന് പറഞ്ഞാലും ദൈവം നിനക്ക് അനുകൂലമായി ചലിച്ചാൽ അതിന്റെ മധ്യത്തിൽ നീ വർദ്ധിച്ചിരിക്കും. ഹല്ലേലൂയ. അത് ഇസ്രായേൽ തന്നെ വേണമെന്നില്ല. നീ മിസ്രൈമിലാണെങ്കിലും അടിമത്തത്തിലാണെങ്കിലും ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ നീ വർദ്ധിച്ചിരിക്കും. അതിന്റെ അർത്ഥം എന്താ? വീട്ടിൽ ചുറ്റും മറ്റു ചിലരും എല്ലാം പ്രതികൂലമാണെങ്കിലും അതിന്റെ മധ്യത്തിലാ നീ വസിക്കുന്നെങ്കിലോ, നിന്നെ ദൈവം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മധ്യത്തിൽ എന്റെ ദൈവം. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ചെയ്യുന്ന പകൽ ദൈവത്തിന് മഹത്വം കരേറ്റിയേ. ഉടബാല ഹംദര ദിഗൽകര ദിഗൽകര ജീവൽകാര ഓശിവാലബ ഛടാരികടരഗദിയ. ഹല്ലേലൂയ. ഇന്ന് പകൽ ആരോടോ ദൂത് പറയാ, വല്ലാതെ ഞെരുക്കുന്നെങ്കിൽ ആ ഞെരുക്കത്തിലും നീ വർദ്ധിച്ചിരിക്കാം. ദൈവത്തിന്റെ ദൂതുണ്ടെങ്കിൽ ചുരുക്കം ചിലതായിട്ട് പോയത്, ചുരുക്കം ചിലത് അടിമത്തത്തിൽ പോയാൽ തീരേണ്ടതാ. ഹല്ലേലൂയ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ശക്തനായവന്റെ മുമ്പിൽ ഒരു ചുരുക്കം ആളുമായിട്ട് പോയാൽ അവൻ നാളുകൾ വർഷങ്ങൾ കഴിയുമ്പോൾ ചുരുങ്ങി പോകും. പക്ഷെ ദൈവത്തിന്റെ പ്രമാണം, നീ എത്ര ചുരുങ്ങിയ അവസ്ഥയിലാണെങ്കിലും എത്ര ബലവാന്റെ മുമ്പിൽ നിന്നാലും ദൈവം നിന്നെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ നീ വർദ്ധിക്കുക തന്നെ ചെയ്യും. ആരോടാ പറയാ? നീ ചുരുങ്ങി പോകത്തില്ല കേട്ടോ. നീ ചുരുങ്ങി പോകത്തില്ല, നീ തീർന്നു പോകത്തില്ല. ഇല്ല ഇല്ല. എത്ര ബലവാന്മാർ എത്ര വെല്ലുവിളി നടത്തിയാലോ ദൈവം നിന്നെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ നീ വർദ്ധിക്കുക, നീ പെരുക, നിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. പെരുക്കി. ഇനി അടുത്ത് വായിച്ചു. എന്നാൽ മിസ്രൈമ്യർ ഞങ്ങളോട് തിന്മ ചെയ്ത്. പക്ഷേ ഇത്രയൊക്കെ പെരുകിയപ്പോഴും മിസ്രൈമ്യർ എന്ത് ചെയ്തു? തിന്മ ചെയ്തു ജനത്തോട്. ഞങ്ങളെ പീഡിപ്പിച്ചു. ഞങ്ങളെ എന്ത് ചെയ്തു? പീഡിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തേ? ഞങ്ങളെ കൊണ്ട് കഠിന വേല ചെയ്യിച്ചു. ഞങ്ങളുടെ പ്രാപ്തിക്ക് മീതെ ഇട്ട് ഞങ്ങളെ ഇട്ട് വലച്ചു. അതാണ് കർത്താവ്. ഇന്ന് ദൂതുകൾ ദൈവം ലിങ്ക് ചെയ്യുക. ഹല്ലേലൂയ. രണ്ടുപേരിൽ കൂടെ ഒരേ കാര്യം പറഞ്ഞെങ്കിൽ ഇത് നടക്കാൻ പോവുക. ഹല്ലേലൂയ. ഇട്ട് കഠിന വേല ചെയ്ത് അവരെ വലച്ചു. കണ്ടോ? പീഡിപ്പിച്ച് ഞങ്ങളെ കൊണ്ട് കഠിനവേല ചെയ്തു, വലഞ്ഞു. വല്ലാത്ത അവസ്ഥ. അടുത്ത്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് നിലവിളിച്ചു. പക്ഷേ ഞെരുക്കം വന്നപ്പോ, വലഞ്ഞപ്പോ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് പകൽ വലഞ്ഞോ, ഞെരുക്കം വരുന്നു, നിന്നോടൊരു ദൂത് പറയാ. നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ ദൈവം ചെയ്തിരിക്കും. യഹോവ ഞങ്ങളുടെ നിലവിളി കേട്ടു, ഞങ്ങളുടെ കഷ്ടതയും പ്രയാസവും ഞെരുക്കവും കണ്ടു. നിന്നെ ഞെരുക്കുന്ന ദൈവം കാണും. പത്രോസിന്റെ ശിമോന്റെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മായിമ്മയെ ഞെരുക്കിയ വലച്ചത് കണ്ടു. കർത്താവ് ശാസിച്ചു. അടുത്ത്. യഹോവ ബലമുള്ള കയ്യാലും നീട്ടിയ ഭുജത്താലും മഹാഭയങ്കര പ്രവൃത്തിയോടെ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് പുറത്തു കൊണ്ടുവന്ന ദൈവം തന്റെ കരത്താൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് വിടത്തിലെന്ന് പറഞ്ഞ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ വിടിവിച്ചു പുറത്തു കൊണ്ടുവന്നു. ഇന്ന് പകൽ പരിശുദ്ധമ്മ പറയുന്നു, നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരും. അവിടുന്ന് വിടിവിച്ച് ദൈവം പുറത്തു കൊണ്ടുവരും. വെറുതെ അല്ല പുറത്തു കൊണ്ടുവരുന്നത്. എങ്ങനെ കൊണ്ടുവന്നിട്ട് എങ്ങോട്ടാ കൊണ്ടുവന്നത്? 9 ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പാലും തേനും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു. വേറൊരു ദേശത്തോട്ടല്ല, വിശാലമായ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്
ദൈവം കൊണ്ടുവന്നു. ഹല്ലേലൂയ. അതാ സങ്കീർത്തനം 18:19 പറയുന്നേ, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്നത് ഒരു വിശാലതയിലേക്ക് ദൈവം പുറത്തു കൊണ്ടുവന്നു. 2026 ഈ പകൽ ദൈവം ചിലതിനോട് സംസാരിക്കുന്നു. നീ നിലവിളിക്കാൻ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എൻ്റെ ദൈവം വിടുവിച്ച് ദൈവം നിന്നെ എവിടൊക്കെ പുറത്തു കൊണ്ടുവരണമോ അവിടെ എല്ലാം എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരും. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ഇന്ന് പകൽ കർത്താവിന് മഹത്വം കരേറ്റിയേ. ഓ റിമല ശബല ഹതര റിബാലഗട രഗദിയാതര ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറായ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ദൈവത്തിന്റെ കരം നിന്നെ പുറത്തു കൊണ്ടുവരും. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യിപ്പിച്ച് എന്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. അതൊരു വിശാലതയിലേക്ക്, പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോയതുപോലെ വീണ്ടും നീ തകരാനല്ല, വീണ്ടും നീ ഞെരിയാനല്ല, വീണ്ടും നീ വലയാനല്ല, പകരം വലയുന്നതിന് പകരം വലുതും വിശാലമായ വാതിലേക്ക് ദൈവം കൊണ്ടുവരും. എന്തോ ഒരു ദൈവപ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടുന്നു. നിന്റെ കുടുംബത്തിന്റെ മീതെ നിന്നെ വലച്ച ചില മണ്ഡലങ്ങളിൽ നിന്ന് നിന്നെ പൊട്ടച്ച ദൈവം പുറത്തു കൊണ്ടുവരുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് അല്പ മിനിറ്റുകൾ ആത്മാവിൽ നിറഞ്ഞ് ഈ ദൂതിനെ സ്വീകരിച്ച്, ഇത് നിന്റെ കുടുംബത്തോടുള്ള ദൂത, ഇത് നിന്റെ തലമുറയോടുള്ള ദൂത, ഇത് നിന്റെ ഭാവിയോടുള്ള ദൂത, ഇത് നിന്റെ കൂടാരത്തോടുള്ള ദൂത. യെസ് യെസ് യെസ്, നീ രോഗത്തിൽ നിന്ന് പുറത്തു വരും. നിന്നെ വലച്ച രോഗത്തിൽ നിന്ന് പൊട്ടിച്ച ദൈവം നിന്നെ വിശാലതയിലേക്ക് പുറത്തു കൊണ്ടുവരാൻ പോയ ഇതിനകത്ത് ചിലരോട് പറയുന്നു, നിന്നെ, നിന്റെ തലമുറയെ, നിന്റെ ഭാവിയെ വിശാലതയിലേക്ക് 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 ദൈവം പുറത്തു കൊണ്ടുവരാ. ദൈവത്തിന്റെ കരം പുറത്തു കൊണ്ടുവരും. ഇനി നീ ഞെരുങ്ങാനല്ല, വിശാലതയിലേക്ക് ദൈവം പുറത്തു കൊണ്ടുവരും. ദൈവകരം കൊണ്ടുവരും. ആവർത്തന പുസ്തകത്തിൽ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്, പിതാക്കന്മാരെ ദൈവം പുറത്തു കൊണ്ടുവരും. ഇത് എന്തിനാ പറയുന്നത്? നമ്മളെ ഓർപ്പിക്കുക, നമ്മളെ ഒന്ന് ഓർപ്പിക്കുക. ഇന്ന് ആവർത്തന പുസ്തകം റിപ്പീറ്റ് ചെയ്ത് പറയാ. എന്താ? ചുരുക്കം 10-20 പരം ആൾക്കാര് അടിമത്തത്തിലോട്ട് കയറിപ്പോയതാ. വലിയ ആളും ബഹളവും സെറ്റപ്പും ഭയങ്കര യുദ്ധസമാനമായ രഥങ്ങളുമായിട്ടൊന്നും പോയതല്ല. ആഹാരത്തിന് വലഞ്ഞപ്പോ, ക്ഷാമം നേരിട്ടപ്പോ ധാന്യം വാങ്ങിക്കാൻ അടിമ പോലെ പോയതാ. പക്ഷെ ആ ദേശത്ത് ദൈവം അവരെ വർദ്ധിപ്പിച്ചു. വർദ്ധിപ്പിച്ചപ്പോ ശത്രുവിന് ഒരു ഇത്തിരി പിടുത്തം ഉണ്ടായി, ഇട്ടങ്ങ് ഞെരുക്കാൻ തുടങ്ങി. ഞാനൊരു കാര്യം പറയാം, വല്ലാതെ അങ്ങ് ഞെരുങ്ങുന്നെങ്കിൽ നീ പൊട്ടി പുറത്തു വരാൻ സമയമായി. എന്തോ അടുത്ത് വന്ന് നിൽക്കുക. വിടത്തിലെന്ന് ഫറവോൻ വെല്ലുവിളിക്കുമ്പോഴും, അവന്റെ ശക്തമേറിയ രഥങ്ങളും കുതിരകളും തടസ്സമായി നിൽക്കുമ്പോഴും ഇവർക്ക് ജീവിതത്തിൽ അറിയാം ഇത് നടക്കത്തില്ലെന്ന്. കാരണം ഇവന്മാര് പിടിക്കും. പക്ഷേ ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ നീട്ടിയ കരത്താലും ബലമുള്ള ഭുജത്താലും അത്ഭുതവും അടയാളവും കാണിച്ച് ആ കരം, സത്യം പറഞ്ഞാൽ അവർ ഇറങ്ങി വന്നെന്ന് പറയാൻ പറ്റത്തില്ല, ഈ കരം പിടിച്ചോണ്ടിങ്ങ് വന്നു പുറത്ത്. ഹല്ലേലൂയ. പിറകിൽ വരുന്ന ശക്തമായ രഥങ്ങളിൽ മുമ്പിൽ കണ്ട ചെങ്കടലിനെ ചാടിച്ച് ഈ കരം പിടിച്ചു പുറത്തു കൊണ്ടുവന്നു. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയാ, ഇതുപോലെ നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരും. Power of God. Adali galgi 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 jumal kasiyadi gattara anjal karari gadaragadiya ladi kattasarari baliya jumal managadagadiya allada hambala jeeval karagadiya. Okosimi komi 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 diatara rakobi baba baba baba. യേശുവിൻ നാമത്തിൽ ദൈവം പുറത്തു കൊണ്ടു. അവർ
ഓർപ്പിക്കുക, ദൈവകരം നിന്നെ പുറത്തു കൊണ്ടു. പക്ഷേ പത്രോസും യാക്കോബും പറയാണ്, ഈ കരം നിന്നെയും പുറത്തു കൊണ്ടുവരും, ഈ കരം നിന്നെയും ഉയർത്തും. പക്ഷെ ഒരു കാര്യം, ആരെയാണ് ഉയർത്തുന്നത്, ആരെയാണ് പുറത്തു കൊണ്ടുവരുന്നത്? താഴ്മയോട് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവനെ. ഇവിടാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. എപ്പോ വിടുതൽ കിട്ടും? ദൈവത്തിന്റെ സമയത്ത് ദൈവം വിടുതൽ. ഈ ദൈവം ഓപ്പറേറ്റ് ചെയ്യുന്നത്, ദൈവത്തിന്റെ പ്രവൃത്തി, കരം ചലിക്കുന്നത് നമ്മുടെ ടൈം ടേബിളിലല്ല, ദൈവത്തിന്റെ സമയം, ഡിവൈൻ ടൈം, ദൈവീക സമയം. യേശുവിനെ ജനിച്ച കാലസമൃദ്ധി ടൈമായപ്പോഴാണ് മറിയുടെ ഉദരത്തിൽ നിന്ന് പുറത്ത്. അപ്പൊ ദൈവത്തിനൊരു ടൈം ടേബിൾ ഉണ്ട്. അവരൊക്കെ പറ, ദൈവത്തിനൊരു ടൈം ടേബിൾ ഉണ്ടെന്ന് പറയാം. ഇനിയിപ്പോ ഒരു മാസം കൂടെ കഴിയുമ്പോൾ ടൈം ടേബിൾ കിട്ടും. പേരൻസിനും കിട്ടും, പാസ്റ്റർമാരെ ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രയർ ടീമിനും കിട്ടും. എന്തിനാ? പ്രാർത്ഥിക്കാൻ വേണ്ടി. നമ്മൾ ഇന്നെല്ലാം പഠിച്ചെന്ന് പറഞ്ഞാലും ഒരു കുട്ടി പറയാം, ഞാൻ എല്ലാം പഠിച്ചു ടീച്ചറെ, എനിക്ക് എക്സാം എഴുതണം. പറ്റുമോ? എപ്പോഴാണ് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ? ആ ടൈം ടേബിളിന്റെ ഡേറ്റിൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഹോശേയ ചാപ്റ്റർ 4 വേഴ്സ് 16. ഈ വാക്ക് മറക്കല്ലേ. ഇനിയും വായിച്ചു. ഇസ്രായേൽ ദുശ്ശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെ ദുശ്ശാഠ്യം കാണിച്ചാൽ യഹോവ അവരെ ഒരു വിശാല സ്ഥലത്ത് കുഞ്ഞാടിനെ പോലെ മേയ്ക്കുമോ? കുഞ്ഞാടിനെ പോലെ ശാന്തമായി മേയ്ക്കാൻ ആ ദൈവം ആഗ്രഹിക്കുന്നേ. പക്ഷെ ഇസ്രായേൽ എന്ത് കാണിക്കരുത്? പശുക്കിടാവ് വെറുതെ ചാടി പോകുന്ന പോലെ നീ എന്ത് ചെയ്യരുത്? ദുശ്ശാഠ്യം കാണിക്കരുത്. ബുദ്ധിമുട്ടില്ലെങ്കിൽ അടുത്ത വീട്ടുകാരൊന്നും അടുത്തിരിപ്പില്ലല്ലോ, അടുത്തിരിക്കും തൊട്ടിട്ട് പറ, ദുശ്ശാഠ്യം കാണിക്കല് വിശാലമായി ദൈവം നയിക്കുമെന്ന് പറഞ്ഞേ. ദുശ്ശാഠ്യം കാണിക്കരുത്. ഞാൻ അടുത്ത് പറഞ്ഞിനി ബുദ്ധിമുട്ടുണ്ടാകരുത്. അവരെന്നോട് എങ്ങനെ പറഞ്ഞു പാസ്റ്ററെ, ഇവരിങ്ങനോട് പറഞ്ഞു പാസ്റ്റർ, അങ്ങനെയല്ല. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലോട്ട് കയറാനാ ഞാൻ ഈ നിർത്തി പറയുന്നത്. അപ്പം ഈ പശുക്കിടാവിനെ, അപ്പം നിങ്ങൾ ആലോചിച്ചാൽ മതി, പശുക്കിടാവിന്റെ സ്വഭാവം നോക്കിയാൽ മതി. അതിങ്ങനെ കിട്ട് നീ ചാടി നിൽക്കും. അതേപോലെ അല്ല, പകരം ഒരു കുഞ്ഞാടിനെ പോലെ നിന്നെ വിശാല സ്ഥലത്ത് മേയ്ക്കാനാ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം തക്ക സമയത്ത് നിന്നെ ഉയർത്താൻ അവന്റെ ബലമുള്ള കൈക്കീരെ താണിരിപ്പീൻ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. നമ്മുടെ ഉള്ളം കാത്ത് ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരാകണം. ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ദൂത് പറയുന്നു, അത് സമയം തെറ്റത്തില്ല, ദൈവം അത് നിറവേറ്റും. ഹബക്കൂക്കിനോട് പറയുന്നുണ്ട്, ഹബക്കൂക്ക് 2:3, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റത്തില്ല. ഉറക്കെ പറ, ദൈവത്തിന്റെ സമയം തെറ്റത്തില്ല. ഒന്നുകൂടെ, ദൈവത്തിന്റെ സമയം തെറ്റത്തില്ല. സമയം തെറ്റില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും, നിശ്ചയം താമസിക്കത്തില്ല. അത് വരും, നിശ്ചയം താമസിക്കും. പാസ്റ്റർ, എന്റെ വിഷയത്തിന്റെ വിടുതൽ അത് വരും, നിശ്ചയം താമസിക്കത്തില്ല. എപ്പോ നടക്കും? താമസിക്കത്തില്ല. ദൈവത്തിന്റെ സമയത്ത് അത് നിറവേറും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന അനുഭവം ഉണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഞാൻ അങ്ങനെ എന്താ വെയിറ്റ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും, നമ്മളിൽ ഒരു വ്യത്യാസം, നമ്മുടെ വിശ്വാസം വർദ്ധിക്കും, പ്രത്യാശകൾ ദൈവത്തിൽ ആശ്രയിക്കാൻ തോന്നും, അല്ലെങ്കിൽ സാഹചര്യത്തിൽ കയറി ആശ്രയിക്കും, ദൈവത്തിൽ ആശ്രയിക്കും, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിക്കും. സഹിഷ്ണുതയും സിദ്ധതയും പ്രത്യാശയൊക്കെ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും? ഉളവാകും. ഒന്ന് പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്ത് ദൈവസന്നിധി കിട്ടുമ്പോൾ ദൈവത്തോടുള്ള ബന്ധം കൂടും, വിശ്വാസം വർദ്ധിക്കും, ആഴത്തിലുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ താഴ്ത്തിയാൽ ഉയർത്തപ്പെടും. ഒന്ന് ശ്രദ്ധിച്ചേ, താഴ്ത്തിയാൽ ഉയർത്തപ്പെടും എന്നതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ യേശു കർത്താവാണ്. വേറെ ആരെ നോക്കണ്ട, ലുക്കിംഗ് ഇൻടു ജീസസ്, കർത്താവിനെ നോക്കും. എന്താ? ദൈവമായിരിക്കെ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന് ക്രൂശ് മരണത്തോളം തന്നെത്താൻ. ഒന്ന് ചിന്തി
കൽപ്പിക്കാൻ പറ്റില്ല, ഒന്ന് മനസ്സിൽ ചിന്തിച്ചാൽ മതി. ശക്തമേറിയ ദൂതന്മാർ ഇറങ്ങി ഇരുന്ന് വിടുതൽ കൊണ്ടുവരും. എങ്കിലും അപ്പാ എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഹിതം, ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ക്രൂശ് മരണത്തോളം തന്നെത്താൻ താഴ്ത്തിയപ്പോ സംഭവിച്ചത് ഏറ്റവും മേലായ നാമമായി യേശുവിന്റെ നാമമാണ്. ഫിലിപ്പിയറിനെ എഴുതി കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ് യേശു കർത്താവിന്റെ നാമം? ഇവിടെ 1000 നാമങ്ങൾ ഇവിടെ ഉയർന്നാലും യേശു കർത്താവിന്റെ നാമത്തിന്റെ മുമ്പിൽ എല്ലാം മുട്ടും മടങ്ങും. എന്താ മടങ്ങാൻ കാരണം? എത്രത്തോളം താഴ്ത്തി ഏൽപ്പിച്ചോ അത്രത്തോളം ആ നാമത്തെ ദൈവം ഉയർത്തി. ഏറ്റവും വലിയ ഉദാഹരണം യേശു കർത്താവ്. അതാ സ്വർലോകയുടെയും ഭൂലോകയുടെയും എല്ലാം മുഴങ്ങാനും മടങ്ങുന്ന ഏക നാമം യേശു കർത്താവിന്റെ നാമം. അപ്പൊ മേ ബി നമ്മുടെ ജീവിതത്തിൽ ഇനി ശ്രദ്ധിച്ചേ, ദൈവകരം പുറത്തു കൊണ്ടുവരും, ആ ദൂതിലേക്ക് വരാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സമയത്തിനായി അവർക്ക് പറയാം കാത്തിരിക്കണം. ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിക്കും. അബ്രാമും സാറയും ഒരു 25 വർഷം പരം കാത്തിരിക്കേണ്ടി വന്നു. ജോസഫിന് കണ്ട സ്വപ്നം പൂർത്തീകരിക്കാൻ ഒരു 13 പരം വർഷം എന്ത് ചെയ്തിരിക്കുന്നു? കാത്തിരിക്കേണ്ടി വന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചില ദർശനത്തിനും വാഗ്ദത്തങ്ങൾക്കൊക്കെ കാത്തിരിപ്പുണ്ട്. ഒന്ന് പോട്ടെ, പുതിയ നിയമത്തിൽ വരുമ്പോ മരിക്കില്ല, അവൻ ജീവിച്ചിരുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പറഞ്ഞാൽ ലാസറിന്റെ ജീവിതത്തിൽ ഒരു 3-4 ദിവസമെങ്കിലും എന്ത് ചെയ്തു? കല്ലറയിലിരുന്ന് നാറ്റം വെച്ച അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞാണ് പുറത്തു വന്നത്. അപ്പൊ വ്യത്യസ്തമായ അനുഭവത്തിൽ കൂടെ ദൈവം കടന്നു പോകും. അപ്പൊ ചിലതിന് അല്പം നേരം മതി, ചിലത് അല്പം നേരം കൂടെ വേണം. പക്ഷെ എന്തായാലും ദൈവത്തിന്റെ സമയത്ത് ദൈവം നിറവേറ്റും. നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് വിശാലമായ സ്ഥലത്ത് കുഞ്ഞാടിനെ പോലെ ദൈവത്തിന് മേയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സമയത്തിനായി നമ്മൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ കാത്തിരുന്നാൽ ഗുണം. 1-2 വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. വിലാപങ്ങൾ 3:25. വിലാപങ്ങൾ 3:25. വിലാപങ്ങൾ 3:20. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ. ഒരിക്കൽ കൂടെ വായിച്ചു, എല്ലാവരും കേട്ടോ. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ. ദൈവം നല്ലവനാ. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്നവൻ ദൈവം നല്ലവനായി വെളിപ്പെടും. ഇനി സങ്കീർത്തനം 25:3 ശ്രദ്ധിച്ച്. കാത്തിരിക്കുന്നവന്റെ ബെനഫിറ്റ്, ഗുണങ്ങൾ. സങ്കീർത്തനം 25:3. സങ്കീർത്തനം 25:3. അതിനുശേഷം മീക 7. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു മതി, പോകയില്ല. അത്രയും മതി. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. കാരണം എന്തിലാ കാത്തിരിക്കുന്നേ? ദൈവത്തിന്റെ ബലമുള്ള കരത്തിന്റെ കീഴിലാണ് നീ കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അത് പറയാനായി ദൂത് പറയുന്നത്. ഹല്ലേലൂയ. നീ എന്തിന്റെ മുമ്പിലാ കാത്തിരിക്കുന്നത്? മനുഷ്യന്റെ മുമ്പിലല്ല കാത്തിരിക്കുന്നത്, എന്തെങ്കിലും അവസ്ഥയുടെ മുമ്പിലല്ല കാത്തിരിക്കുന്നത്. നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്ന മഹാദൈവത്തിന്റെ കരത്തിന്റെ കീഴിലാണ് നീ കാത്തിരിക്കുന്നത്. ദൈവത്തിന്റെ കരത്തിന് കീഴിൽ കാത്തിരുന്നാൽ ഒരു ദൂതൂടെ പറയാം. മീക 7:7. ഞാനോ യഹോവയിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എന്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. ഉറപ്പ് പറയാ, ഞാൻ എന്റെ ദൈവത്തിന്റെ മുമ്പിൽ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ ലജ്ജിക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചിലതിനെ ഉറപ്പിച്ച് ദൈവം പറയാ, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ദൈവം കാത്തിരിക്കുന്നവർക്ക് ദൈവം നല്ലവനാണ്. അവൻ ലജ്ജിച്ചു പോകാൻ എന്റെ കർത്താവ് ഒരു നാളും അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ ദൈവത്തിനായി കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. ഞാൻ വീണെങ്കിലും എഴുന്നേക്കും. ഞാനിപ്പോ കാത്തിരിക്കുന്ന എന്റെ ദൈവത്തിന്റെ കരത്തിന്റെ കീഴിലാ. ഈ കരം എന്നെ പിടിപ്പിച്ച് പുറത്തു കൊണ്ടുവരും. അപ്പൊ ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ, ദൈവത്തിന്റെ സന്നദ്ധിയിൽ കാത്തിരിക്കുന്നത് ഏത് കരമാ? ബൈബിൾ പരിശോധിക്കുമ്പോൾ ഈ കാണുന്ന സകലത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ കരത്തിന്റെ കീഴിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്.
ദൈവകരം എന്താ? ദൈവത്തിന്റെ ശക്തിയെ കാണിക്കുന്നു. എന്താ ദൈവകരം കാണിക്കുന്നത്? ദൈവത്തിന്റെ പവർ. അതുപോലെ ദൈവകരം ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ, നമ്മുടെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ നമ്മളെ കരുതുന്ന കരം. പ്രൊവിഷൻ, പ്രൊട്ടക്ഷൻ ചെയ്യും, പ്രൊവിഷൻ ചെയ്യും. പവർ, ശക്തിയുടെ. അപ്പൊ ശക്തിയുടെ കരം, കരുതലിന്റെ കരം, നമ്മളെ സഹായിക്കുന്ന ദൈവത്തിന്റെ കരം ബൈബിളിലുടനീളം. അതുപോലെ തന്നെ ദൈവത്തിന്റെ കരം ഗൈഡൻസ്, നമ്മെ കരം പിടിച്ച് നടത്തുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചേ, ശക്തിയുടെ കരം. ഉറക്കെ പറ, ശക്തിയുടെ കരം. ഈ കരം പിടിച്ചാൽ വേറെ ശക്തി നിന്നെ പിടിച്ചാൽ ആദ്യം നിന്നെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരാൻ ഈ ശക്തിക്ക് കഴിയും. ശക്തിയുടെ കരം. 2, പ്രൊട്ടക്ഷന്റെ കരം. ശത്രു എത്ര നിന്റെ എതിരെ വന്നാലും അതിന് 7 വരിയായി ചിതറിക്കുന്ന എന്റെ ദൈവത്തിന്റെ കരം. അടുത്ത പ്രൊവിഷൻ, ദൈവകരത്തിന്റെ പ്രത്യേകത നിനക്ക് ആവശ്യമുള്ള നന്മകളെ കൊണ്ടെത്തിക്കുന്ന ദൈവത്തിന്റെ കരം. അതാ വിശുദ്ധ ബൈബിളിൽ മനോഹരമായ ഒരു വാക്കുണ്ട്. 145-ാം സങ്കീർത്തനം അതിന്റെ 16-ാമത്തെ വാക്യം. മറക്കരുത്, ആ വാക്കൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. 145-ാം സങ്കീർത്തനം അതിന്റെ 16-ാമത്തെ വാക്യം. നീ തൃക്കൈ തുറന്ന്, അവിടുന്ന് തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെ പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. അപ്പൊ ഈ കൈ ദൈവകരം തുറന്നാൽ നീ തൃപ്തനാകും. കരം തുറന്നാൽ തൃപ്തനാകും. സങ്കീർത്തനം 104-28. സങ്കീർത്തനം 104-28. സങ്കീർത്തനം 104-28. നീ കൊടുക്കുന്നതിനെ അവ പെറുക്കുന്നു, തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. ഓക്കെ, നമ്മൾ എല്ലാവരോടും ഒന്ന് ചേർന്ന് വായിക്കാൻ പോവുകയാണ്. സങ്കീർത്തനം 104-28. എല്ലാവരും എടുത്ത് നമ്മൾ എല്ലാവരും ഉറക്കെ ശബ്ദം ഉയർത്തി വായിക്കാൻ പോവാം. നീ കൊടുക്കുന്നതിനെ അവ പെറുക്കുന്നു, തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ദൈവകരം തുറക്കുമ്പോൾ നമ്മൾ പിറക്കുന്നു, അത് നമുക്ക് തൃപ്തി വരുന്നു. അപ്പൊ കരം തുറന്നാൽ അനുഗ്രഹമാണ്. അത് പ്രൊവിഷന്റെ കരമാണ്, നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന കരമാണ്. അത് ഹല്ലേലൂയ, അത് ശക്തിയുടെ പവറിന്റെ കരമാണ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, നിന്നെ വലങ്കരം പിടിച്ച് നിന്നെ നടത്തുന്ന ഒരു ശക്തമേറിയ കരമാണ്. അതാണ് ദൈവത്തിന്റെ കരത്തിന്റെ പ്രത്യേകത. ഇനി കർത്താവിന്റെ കരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ കരത്തിന് കീഴെ താണിരിക്കണമെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ കരത്തിന്റെ കീഴെ താണിരുന്നാൽ തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തി, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ദൈവത്തിൽ ആശ്രയിച്ച ഒരു ഗുണം എന്താണെന്നറിയാമോ? ഇനി ശ്രദ്ധിച്ചേ, എത്ര ഉടയപ്പെട്ടതാണെങ്കിലും, എത്ര ഞെരിങ്ങുന്ന അനുഭവമാണെങ്കിലും, എത്ര വലഞ്ഞ അനുഭവമാണെങ്കിലും, നിന്നെ വീണ്ടും പണിതെടുക്കാൻ ഈ കരത്തിന് ശക്തിയുണ്ട്. ഒരിക്കൽ കൂടെ പറയുന്നു, കഴിഞ്ഞ നാളിൽ അബദ്ധം പറ്റി, കഴിഞ്ഞ നാളിൽ കുറവുകൾ പറ്റി, കഴിഞ്ഞ നാളിൽ വേണ്ട പോലെ ആവാൻ പറ്റിയില്ല, പക്ഷെ നീ ഉടഞ്ഞു പോയെന്ന് തോന്നിയാലും കരത്തിന്റെ കീഴെ നീ താണിരിക്കാൻ തയ്യാറായാൽ ഈ കരം കാണാം. ബൈബിൾ പറയുന്നു, ജെറമ്യ 18 പറയുന്നു, ഒരു കുശവന്റെ കൈ പോലാണ് എൻ്റെ അപ്പന്റെ കരം. ഹല്ലേലൂയ. നീ ഉടഞ്ഞ പാത്രമാണെങ്കിൽ നിന്നെ മെനഞ്ഞെടുക്കും. പകൽ അങ്ങനെ ചില ജീവിതത്തെ ദൈവം തൊടാൻ പോകുകയാണ്. അതാ പ്രവാചകനെ കുശവന്റെ വീട്ടിലേക്ക് വിട്ടപ്പോ അവിടെ ചക്രത്തിൽ കുശവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കളിമണ്ണ് കുഴച്ച് പാത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ പ്രവാചകൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ സംഭവിക്കുന്നു, ആ കരത്തിൽ നിന്ന് ഒരു പാത്രം നല്ല ഷേപ്പോടെ മെനഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അതിന് ഞാൻ എൻ്റെ ഒരു ഭാവന പറയാം, അതിന്റെ മേലോട് വക്കൊക്കെ ഇങ്ങോട്ടായി, കൈയൊക്കെ ഇങ്ങനെ ആയി, നല്ല പോട്ട് പോലെ നല്ല ഡിസൈനുള്ള ഭംഗിയുള്ള സാധനം പോലെ ആയി വരുന്നതാ. പക്ഷെ എല്ലാം കൂടെ പൊടിഞ്ഞു താഴെ പോയി. നല്ലതാവും, അല്ലെ നാളെ ഷോക്കേസിൽ ഇരിക്കണ്ട, വീട്ടിൽ ഇൻഡോർ പ്ലാന്റിൽ ഇരിക്കണ്ട, ഏതെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെടിച്ചട്ടിയായിട്ട് മാറണ്ട ഏതെങ്കിലും ഒരു പാത്രമായിരിക്കാം. അല്ലെങ്കിൽ ഗസ്റ്റിന് വിളമ്പണ്ട, അവരുടെ മുമ്പിൽ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവെക്കണ്ട, നല്ലൊരു പാത്രമായി മാറേണ്ടതാ. പക്ഷെ അവസാനത്തെ ഫിനിഷിംഗ് ഉടഞ്ഞു പോയി. ഹല്ലേലൂയ. സാധാരണ തീർന്നെന്ന് വിചാരിച്ചത്, പക്ഷെ കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് അത് വീണ്ടും എടുത്ത് വേറെ മാന്യമായ പാത്രമാക്കി. ഹല്ലേലൂയ. ചിലപ്പോൾ ഹല്ലേലൂയ മേലോട്ടിരിക്കുന്ന ഹല്ലേലൂയ, ഞാൻ എൻ്റെ ഭാവനയിലോട്ട് പറയാം. ഹല്ലേലൂയ. ചിലപ്പോൾ ഒരു വലിയ ചോറിട്ട് വെക്കുന്നത്, ഞാൻ എൻ്റെ ഇതിലോട്ട്
മാറ്റാം. ഒരു ചോറിട്ട് വെക്കുന്ന ചോറ് വലിയ ചോറിന്റെ കലം പോലെ എപ്പോഴും തീക്കാത്തിരുന്ന് വേവണ്ട ഒരു വലിയ കലം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും വന്നോണ്ടിരിക്കുന്നത്. കലമുണ്ടാക്കി മേളത്തെ വക്ക് വന്നപ്പോ പൊളിഞ്ഞു പോയി. ഹല്ലേലൂയ. പക്ഷെ കുശവൻ ഒന്നും കൂടെ, അപ്പൊ പകുതി പോയല്ലോ. ഞാൻ എന്റെ ഭാവനയിൽ പറയാം, പകുതി പോയല്ലോ. ആ പകുതി വെച്ചിട്ട് വീണ്ടും അങ്ങോട്ട് മെനഞ്ഞപ്പോ മറ്റുള്ളവരുടെ മുമ്പിൽ VIP-യുടെ മുമ്പിൽ വിളമ്പുന്ന ഒരു ഡൈനിങ് ടേബിളിന്റെ അകത്ത് വെക്കുന്ന ഒരു മനോഹരമായ പാത്രമായി അതിനെ മാറ്റിയെടുത്തു. ഇതുപോലെ കഴിഞ്ഞ നാളെ നീ ഉടഞ്ഞെങ്കിൽ, കഴിഞ്ഞ നാളെ നീ പൊളിഞ്ഞെങ്കിൽ, കഴിഞ്ഞ നാളെ നീ പരാജയപ്പെട്ടെങ്കിൽ, എന്റെ കുശവൻ എന്റെ യേശു കർത്താവിന്റെ കരത്തിന്റെ കീഴിൽ താടിരിക്കുന്ന നിന്നെ തക്ക സമയത്ത് വീണ്ടും മെനഞ്ഞെടുത്ത് പണിത് നിന്നെ ഉയർത്ത്. കരമടിച്ച് കർത്താവിനെ വിശ്വസിക്കുന്നവർ, the hand that molds you, നിന്നെ വീണ്ടും ഷേപ്പ് ചെയ്യുന്ന, നിന്നെ വീണ്ടും മോൾഡ് ചെയ്യുന്ന, നിന്നെ വീണ്ടും പണിയുന്ന ഒരു ദൈവത്തിന്റെ കരം, the hand of the potter, നല്ല കുശവന്റെ കരം. അതുകൊണ്ടാ പറഞ്ഞ ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ എന്ത് ചെയ്യാ? താണിരിക്കുക. നമ്മൾ ഇന്ന് ഒരു പ്രിപ്പറേഷൻ ദൈവം ചെയ്യാൻ പോവാ. എന്നിട്ട് ദൂതോട് പ്രാർത്ഥിക്കാൻ പോവാ. നമ്മൾ ഇന്നുള്ള ദുശാഠ്യം എടുത്തു മാറ്റും. കാത്തിരിക്കാമോ? നിന്നെ വലുതും വിശാലമായ ഒരു കുഞ്ഞാടിനെ മേയ്ക്കുന്ന പോലെ ദൈവം നിന്നെ മേയ്ക്കാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ കാത്തിരിക്കാമോ? ഉടഞ്ഞെന്ന് പറഞ്ഞ് നീ ഭാരപ്പെടല്ലേ. കഴിഞ്ഞ നാളിൽ പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞ് നീ ഭാരപ്പെടരുത്. അവിടെ വെച്ച് വീണ്ടും ഈ പോട്ടർ, നല്ല കുശവൻ, നിന്നെ മെനഞ്ഞൊരു പാത്രമാക്കി മാറ്റും. വേറൊരു പാത്രമാക്കി. അതാ വേറൊരു സംഭവം മാറ്റി. അയ്യോ, ഇങ്ങനൊക്കെ ആയിരുന്നെങ്കിൽ നല്ലതായി പോയേനെന്ന് ചിലപ്പോൾ നമുക്ക് ചിന്തയുണ്ടായി. ആ വന്ന രീതിയിൽ അങ്ങ് കയറി വന്നായിരുന്നെങ്കിൽ എൻ്റെ ലൈഫിൽ, എൻ്റെ പഠനം, എൻ്റെ ജീവിതം, ഇതൊരവസ്ഥ, എൻ്റെ കുഞ്ഞ് തലമുറ, ആ പോക്ക് അങ്ങോട്ട് കയറി വന്നായിരുന്നു എന്തോ ഒരു ലെവലിൽ കയറിപ്പോയനെ ഇല്ലേ? നമ്മളെല്ലാവരും ആഗ്രഹിക്കാറില്ല. പക്ഷെ ബൈബിൾ പഠിക്കുമ്പോൾ ഈ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നീ ഏൽപ്പിച്ചു കൊടുത്താൽ, ഹല്ലേലൂയ, അതിൻ്റെ അപ്പുറത്ത് വേറൊരു ഡിസൈനാക്കി നിന്റെ ജീവിതത്തെ, ഉടഞ്ഞതിനെ, തകർന്നതിനെ, പൊളിഞ്ഞതിനെ എൻ്റെ കർത്താവ് എടുത്ത് മാറ്റും. കാത്തിരുന്നാൽ ദൈവം ചിലത് കാണിക്കും. ദൈവം ഒരു ദൂത് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ലൂക്കോസിന്റെ സുവിശേഷം എടുത്ത് 2-ാം അധ്യായം. കാത്തിരുന്ന 2 വ്യക്തികളെ, ഒരു സഹോദരനെ, ഒരു സഹോദരിയെ, നമ്മൾ ഭക്തരായ ഒരു സഹോദരനും ഒരു സഹോദരിയെ നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം. കാത്തിരുന്നാൽ ദൈവപ്രവൃത്തിയുടെ ഗുണങ്ങൾ. ഹല്ലേലൂയ. അതിന്റെ 25 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കാം. 25 മുതൽ ഹല്ലേലൂയ താരോട്ട് വേഗത്തിൽ ഒന്ന് വായിച്ചു. യെരൂശലേമിൽ ശിമിയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. എല്ലാവരും ശ്രദ്ധിച്ചോ. ശിമിയോൻ എന്ന പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്ത് കൊണ്ട് ചെന്നപ്പോൾ 28 അവൻ അവനെ കയ്യിൽ ഏന്തി ദൈവത്തെ പുകഴ്ത്തി. ഒന്ന് ശ്രദ്ധിച്ചേ. ശിമിയോൻ എന്നൊരു വ്യക്തി, അവൻ എന്ത് ചെയ്തിരുന്നു? ദൈവസന്നിധിയിൽ കാത്തിരുന്നു. നീതിമാനായിരുന്നു. അവന് പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. അവനൊരു ദൂതും കിട്ടി. എന്തോ കിട്ടി? ദൂതെന്താ? 26 കിടപ്പുണ്ട്. കർത്താവിനെ കാണുന്നതിന് മുമ്പ്, ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് നീ മരണം കാണുകയില്ല. അപ്പൊ വാഗ്ദത്ത മെശിഹായ നീ, നമ്മുടെ യേശു കർത്താവിനെ കാണും. അതാ ഉദ്ദേശം. നീ മരിക്കും മുമ്പേ കർത്താവിനെ നീ കാണും. അപ്പൊ ദൈവത്തിന്റെ സിസ്റ്റം അനുസരിച്ച് ദൈവം എപ്പോഴേ ജനിക്കത്തുള്ളൂ, അല്ലെങ്കിൽ യേശു എപ്പോഴേ ജനിക്കത്തുള്ളൂ? ഇവൻ മരിക്കാറായി എന്നാ അങ്ങ് ജനിച്ചേക്കാന്നാണോ? അല്ല, ദൈവത്തിന്റെ സമയത്തെ സമയമുണ്ട്, കാലസമ്പൂർണത. അപ്പൊ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ടൈമിൽ ആ പദ്ധതി നിറവേറും. അതുവരെ നിന്റെ ആയുസിനെ നീട്ടി തന്നായാലും നീ അത് കാണും. കാത്തിരിക്കുന്നവൻ കാണും. അതിന്റെ അർത്ഥം അയ്യോ ഇത്രയൊക്കെ ആയാലും ഇല്ല, നിന്റെ ആയുസിനെ നീട്ടിച്ചിട്ടാണെങ്കിലും കാത്തിരിക്കുന്ന നിന്നെ കാണിക്കേണ്ടത് ദൈവം കാണിക്കും. ഇന്ന് ആരോട് ശക്തമായി ദൈവം ദൂത് പറയുന്നു.
എന്റെ കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ഹല്ലേലൂയ, കാത്തിരിക്കുന്ന നിന്നെ എന്റെ ദൈവം നിന്റെ ആയുസ്സിനെ നീട്ടിയിട്ടാണെങ്കിൽ നിന്നോട് പറഞ്ഞതിന് ദൈവം കാണിക്കും. ഒന്ന് വിശ്വസിക്കുന്നവർ ആരാധിച്ച് ഏറ്റെടുത്തോ. അല്ലാതെ നിന്റെ ആയുസ്സിനോടും നിന്റെ ഭാവിയോടും നിന്റെ ആരോഗ്യത്തോടും നിന്റെ ആയുസ്സിനോടും ജീവനോടും പോരാടുന്ന പൈശാചിക പോരുകൾ അവകാശവാദം പറയാൻ നിൽക്കുന്നത് യേശുക്രിസ്തുവിൻ നാമത്തിൽ I cancel it. Wow, shababa baba baba. Udabala gadaragadi yathara. Wow, shabala baba. ദൂതുണ്ടായിരുന്നു. ആ ദൂതിന് എന്ത് ചെയ്തു? കാത്തിരുന്നു. ദൂതുണ്ടെന്ന് പറഞ്ഞ് നിറവേറണമെന്നില്ല. ദൂതിനായി ദൈവസമയത്തിനായി എന്ത് ചെയ്തു? കാത്തിരുന്നു. ഉറക്കെ പറ, കാത്തിരുന്നു. കാത്തിരുന്നു. ഒരു സമയമായപ്പോ ദൈവാത്മാവ് ഹേമിച്ചു. അവൻ ആലയത്തിലേക്ക് ചെന്നു. കാത്തിരിക്കുന്നവനോട് ദൈവം സംസാരിക്കും. അവൻ ലജ്ജിച്ചു പോകാൻ ദൈവം എന്ത് ചെയ്യത്തില്ല? അനുവദിക്കും. സമയമായപ്പോ നീ എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞു. ചെന്നപ്പോൾ ആ സമയത്ത് യേശുവിനെ കുഞ്ഞിനെ കൊണ്ടുവരുന്ന ഒരവസ്ഥ. കർത്താവിനെ കയ്യിലെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. 28 വായിക്കുമ്പോൾ കാത്തിരുന്ന വിഷയം അവന്റെ കരങ്ങളിലെത്തി. കാത്തിരുന്ന വിഷയം കരങ്ങളിലെത്തി. ഒരൊക്കെ പറ, കാത്തിരുന്ന വിഷയം കരങ്ങളിലെത്തി. വിശ്വസിക്കുക, കാത്തിരിക്കുന്ന വിഷയങ്ങളെ നിന്റെ കരങ്ങളിൽ കൊണ്ടെത്തിക്കാൻ എന്റെ കരുത്തുറ്റ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിച്ചിരിക്കും. അത് മാത്രമല്ല, കാത്തിരിക്കുന്നവനെ, അതിന് 34-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. 34. പിന്നെ ശിമോൻ അവരെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മറിയയോട് അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. ദൂതും പറഞ്ഞു. കർത്താവിനോടും കർത്താവിനെയും അമ്മയായ മറിയോടും ആ കുടുംബത്തോടും പ്രവചനം പറയത്തക്കവണ്ണം ശിമയോൻ അവരെ അനുഗ്രഹിച്ചു. കർത്താവിനെ ദേശത്തിൽ മനുഷ്യനായി വന്ന് എന്റെ ദൈവപുത്രനായ യേശു കർത്താവിനെ അനുഗ്രഹിക്കാൻ ഒരു ഭാഗ്യം ദൈവം കൊടുത്തു. കാത്തിരിക്കുന്ന നിന്നോടൊരു ദൂത് പറയാം. വേറെ ആർക്കും കിട്ടാത്ത ഭാഗ്യത്തെ, വേറെ ആർക്കും കിട്ടാത്ത അനുഗ്രഹത്തെ നിന്റെ ജീവിതത്തിൽ ദൈവം കൊണ്ടെത്തിക്കാം. നീ എത്രത്തോളം കണ്ണീര് കണ്ടോ, എത്രത്തോളം വേദന കണ്ടോ, അത്രത്തോളം ഒരു ബ്ലെസ്സിങ് നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യും. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തും. ഞാൻ പറഞ്ഞ അതുകൊണ്ട് അതിന്റെ ലെവല് നിങ്ങൾക്ക് ഗ്രഹിച്ചോ? മനസ്സിലായോ? ഹല്ലേലൂയ. കാത്തിരുന്നവനെ കൊണ്ട് ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാനും ദൂത് പറയാനും ദൈവം ഇടയാക്കി. അതിന്റെ അർത്ഥം, കാത്തിരിക്കുന്ന നിന്നോട് ദൂത് പറയാ. നിനക്കൊക്കാത്തതും വേറെ ആർക്കും ഒക്കാത്തതും വേറെ ആരെ കൊണ്ട് സാധിപ്പിക്കാത്തതും നിന്നെ കൊണ്ടും നിന്റെ കുടുംബത്തെ കൊണ്ടും നിന്റെ കരത്തെ കൊണ്ടും ചെയ്തെടുക്കാൻ ദൈവം വിശ്വസ്തനാണ്. ആമേൻ. അത് സംഭവിക്കും. വിശ്വസിക്കുന്ന, കാത്തിരിക്കുന്ന തന്റെ ജനത്തെ കൊണ്ട് സംഭവിപ്പിക്കും ദൈവം. അടുത്തൊരു സഹോദരി 36 തൊട്ട് വായിച്ചേ. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചക ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി. നല്ല സാഹചര്യം അല്ല വീട്ടില്. വെറും ബൈബിൾ വായിക്കുമ്പോൾ 7 വർഷം മാത്രം വിവാഹ ജീവിതം. പിന്നെ ഭർത്താവ് മരിച്ചിട്ട് പിന്നെ എത്ര വർഷം വിധവയായെന്ന? 84 സംവത്സരം. അപ്പൊ തന്നെ ഒന്ന് വയസ്സ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്, എത്ര വയസ്സായി. പിന്നെ 84 വർഷം എന്തുമായിട്ട് ജീവിച്ചു? വിധവയായിട്ട് ജീവിച്ചു. ഇപ്പോൾ എന്തോ അവസ്ഥ? ഏറെ വയസ്സ് ചെന്നവളായി. പ്രായം എത്ര പോയി കാണും. നല്ല അനുഭവത്തിൽ കൂടെ ഒന്നും അല്ല ജീവിതത്തിൽ എന്ത് വന്നത്, പക്ഷെ എങ്കിലും ദൈവത്തിനായി കാത്തിരുന്നു. അടുത്തത്, ദേവാലയം വിട്ടുപിരിയാൻ
വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തു നിന്നു ദൈവത്തെ സ്തുതിച്ചു. യെരൂശലേമിന്റെ വീണ്ടെടുപ്പിന് കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. അവളും കർത്താവിനെ കണ്ടെന്ത് ചെയ്തു? മഹത്വപ്പെടുത്തി. ശിമയോൻ കണ്ടതുപോലെ യേശു കർത്താവിനെ ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും രാവും പകലും പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ